Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചെന്ന് വെച്ചാൽ നമ്മൾ നാളെ കാൽഗറിക്ക് പോവാണ് കേട്ടോ. ഇന്നിവിടെ തേഴ്സ്ഡേ രാത്രിയാണ്. അപ്പം നാളെ രാവിലെ ഞങ്ങൾ 5 മണിയൊക്കെ ആകുമ്പോൾ കാൽഗറിക്ക് പോകും. ഇതിനൊരു സസ്പെൻസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറയാം എന്തിനാണ് കാൽഗറി പോകണം എന്നുള്ളത്. മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോർട്ട് മെക്മുറി ഒരു 7 മണിക്കൂറോ എന്തോ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും റെജുവും നൈനും പിന്നെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും കൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാൽഗറിക്ക്. നമ്മൾ അവിടെ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് സാറ്റർഡേ തിരിച്ചു വരും. അപ്പോൾ ഇന്നിവിടെ തേഴ്സ്ഡേ രാത്രിയാണ്, നാളെ ഫ്രൈഡേ രാവിലെ പോവും. എന്നിട്ട് അവിടുന്ന് ഒരു ഉച്ചയോടുകൂടി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കും. 3 മണിക്ക് എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും മൂവിയൊക്കെ കണ്ടിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വരാനുള്ള പ്ലാനാണ്. അതായത് സാറ്റർഡേ തിരിച്ചു വരാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ ഓൾ അബൌട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിനി കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പാക്കിങ്ങും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. See, I'm so excited for tomorrow. Yay! I'm going to Calgary. We're going to watch a movie. Only movie? What about eat? Yeah. Eat. And say where we're going to stay. We're going to stay in a hotel. I'm so excited. നൈനുവിനെ കുളിപ്പിച്ച ശേഷം ഞാനും നൈനും കൂടെ ഇവിടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോഴത്തേക്കും. വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുളിക്കാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നൈനു നല്ല ഉറക്കമായി കേട്ടോ. അപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കുറച്ച് മിനുക്ക് പണികളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഇറ്റ്സ് എ 10 മിറാക്കിൾ ലീവ് ഇൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണേ. ഇറ്റ് വർക്ക്സ് ഗ്രേറ്റ് ഫോർ ഡീറ്റാംഗ്ലിംഗ് ആൻഡ് ആഡിങ് ഷൈൻ. നമ്മൾ നനഞ്ഞ മുടിയിൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഹെയർ ബ്രഷ് കൊണ്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ആൻഡ് ഐ ജസ്റ്റ് ലവ് ഹൗ ഇറ്റ് മേക്സ് മൈ ഹെയർ ഫീൽ വെരി സോഫ്റ്റ് ആൻഡ് മാനേജബിൾ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത ലോറിയലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മുഖത്ത് ഒരു കാര്യവും തേച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ഇഷ്ടമേയില്ല. കാരണം എൻ്റെ സ്കിന്നിന് ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്ക് നെയിൽ പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു ചെറിയ മടി പിടിച്ചതുപോലെ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ടേക്ക് കെയർ ചെയ്യാറുണ്ട് കേട്ടോ. UAE ആണെങ്കിൽ ഞാൻ എപ്പോഴും മിക്കവാറും മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ഞാൻ ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നു. ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ ശരിക്കും അവിടെ നിന്നും പോകാത്തത്. ഇനി പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് തുറന്നു വെച്ചു കേട്ടോ. പക്ഷെ എനിക്ക് മടിയായിട്ടോ, നല്ല രാത്രിയായി. ഇനി എനിക്കാണോ ഉറക്കം വന്നിട്ട് പോയി. റെജു ആണെങ്കിൽ സോഫയിൽ കിടന്ന് നല്ല ഉറക്കമായി. റെജുവിൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗിൽ വെക്കുന്ന പരിപാടി എൻ്റെയാണ്. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കൊള്ളാമോ? 5 മണിക്ക് പോകണം അല്ലെങ്കിൽ 5:30 പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്നിട്ട് നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫോഗ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. നൈനും ആണെങ്കിൽ എന്തിനാണെന്നറിയില്ല, എപ്പോഴും രാവിലെ ഒരു പിണക്കമുണ്ട്. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടായിരിക്കും. എന്തായാലും കാറിൽ കിടന്ന് സുഖമായിട്ട് അവൾക്ക് ഉറങ്ങാമല്ലോ. രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു നൈനും എണീക്കാൻ വേണ്ടിയിട്ട്. Yeah. You can just carry me. ക്യാരിയോ? Yeah. And just feel like sleeping. കുട്ടാ. അങ്ങനെ നമ്മൾ പോകുന്നത് ഫോർഡ് എക്സ്പ്ലോററിലാണ് കേട്ടോ. നമ്മുടെ സ്വന്തം വണ്ടി നമ്മൾ എടുത്തില്ല. കാരണം ദൂരയാത്രയ്ക്ക് പറ്റിയത് ഈ വലിയ വണ്ടി തന്നെയാണ്. നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവരെ പിക്ക് ചെയ്യാൻ പോകണം ഇപ്പം. സോ നമ്മൾ എന്തിനു പോകണമെന്ന് പറഞ്ഞു കൊടുക്ക്. പെട്ടെന്ന് പറയാം, ഭയങ്കര സ്ലോ കേട്ടോ. മോണിക്ക, ലവ് യു മോണിക്ക. അതെ, 7 മണിക്കൂർ നാട്ടിലൊക്കെ ആണെങ്കിൽ സിനിമയോടുള്ള ആത്മാർത്ഥത. പിന്നെന്തോ നമ്മളെ UAE ആയിരുന്നപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റുമായിരുന്നു. ഇവിടെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ നല്ല സൂപ്പർ തിയേറ്റർ ഉണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യൻ മൂവീസ് ഇറക്കാറില്ല. അതുകൊണ്ട് ഒരു ദിവസം അവധിയെടുത്ത് നമ്മളെല്ലാവരും കൂടെ പോവാണ്. ഞാൻ കാണിച്ചു തരാം ഫോഗ്. അങ്ങനെ ഞങ്ങൾ ജീനയും ശ്രീകുട്ടനെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറിയത് കേട്ടോ. കണ്ടോ, ഫോഗ് കാണുന്നുണ്ടോ നിങ്ങൾ? എന്നാലും അവരെ പിക്ക് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അവർ രണ്ടും കൂടെ നടന്നു വരുന്ന വീഡിയോ. അതെവിടെ പോയെന്ന് ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പം ആ ഫോഗൊക്കെ മാറി നല്ല ഒരു തെളിച്ചം വന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസം തോന്നില്ലേ? നല്ല ക്ലിയർ ആയില്ലേ എല്ലാം കാണുമ്പോൾ അല്ലേ?
ഇങ്ങനെയൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ്. പക്ഷേ എപ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നതെന്ന് അറിയാൻ വയ്യ. എന്നാലും ഞാൻ പിടിച്ചു വയ്ക്കും. ഫ്യൂവൽ ഫില്ലിങ്ങിൻ്റെ ടൈമായി ഗായ്സ്. വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഞാൻ അതിനൊന്ന് സ്ട്രെച്ച് ചെയ്ത് കിടത്തി കേട്ടോ. അവളൊന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതേ റജു നോക്ക്. ഗ്യാസ് അടിക്കട്ടെ. ഹായ് ഗായ്സ്. ഗായ്സ് ഞാൻ അങ്ങനെ പറയാത്തേ. ഇയാൾക്ക് എന്തിനു വേണം? രാത്രി കിടന്ന് ഉറങ്ങും. നമ്മൾ സബ്വേ ആണ് കേട്ടോ കഴിച്ചത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത വിശപ്പുണ്ടാവും. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? Anyone want some chips? ഇറങ്ങി അവിടെ ചിപ്സ് എല്ലാം കൂടെ ഉണ്ടാക്കി ഇറങ്ങി You want some chips? Okay. I thought you're hungry. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി മൊത്തം ജീനയുടെ കഥകളായിരുന്നു. നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. What's up? ഞങ്ങൾ അങ്ങനെ എഡ്മണ്ടൺ എത്തി. അവിടെ നിന്ന് ഒരു ഇന്ത്യൻ സ്റ്റോറി പോകാൻ വേണ്ടിയിട്ടാണ് ഈ നടന്നു പോകുന്നത്. What's up? നമ്മൾ വീണ്ടും സാവോസിൽ കഴിക്കാൻ വന്നിരുന്നപ്പം എൻ്റെ കയ്യിൽ ഒരു 4 ഇഡലിയും സാമ്പാറും പറഞ്ഞപ്പോൾ ഉടനെ അതിനകത്ത് വടയുണ്ടോ? വടയുണ്ടെങ്കിൽ ഞാൻ 2 ഇഡലിയും 2 വടയാക്കാം. പിന്നെ എനിക്ക് വിശക്കൂലി. എനിക്ക് 4 ഇഡലി വട എല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കണമെങ്കിൽ വട ഒരു പ്ലേറ്റിൽ 4 വട. അത് പിന്നെ ഫുള്ള് കഴിക്കണ്ടേ. ഉടനെ എൻ്റെ ഇഡലി കുറച്ചിട്ട് അതിലൊരു വട അടിക്കാം. നാണം ഇല്ലല്ലോ നമുക്ക്. എനിക്ക് വിശക്കൂലി. ഇപ്പോൾ ഒരു സംഭവം നടന്ന് ഞാനൊരു ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കൊണ്ടുവന്നപ്പം റജു ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ അതിങ്ങോട്ട് പ്ലേറ്റ് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അവർ നേരെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ വാങ്ങിച്ചിരുന്ന കാര്യം പറയണ നിങ്ങൾക്കുള്ളതല്ല ദോശ കൊണ്ടുവരും ചാവാറ്. ഇങ്ങനെ ഇരുന്ന ആളാണ് ദോശ വരുന്നപ്പം ഇങ്ങനെ തയ്യാറാവുന്നു. നാണം കെട്ട് പോയത്. ഇതൊക്കെ പറയണത് മാനക്കെടുത്താനായിട്ട്. അപ്പം എടുക്കാൻ പറ്റിയില്ല. അപ്പം നീ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വയ്ക്കണം. ഞാനുണ്ടല്ലോ ഇവിടെ ചോറില്ലെന്ന്. എന്താണ് സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ ചോറ്. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി, നൈനു ഗീ റോസ്റ്റ് ആൻഡ് റജു തട്ടുവശം ആംപ്ലേറ്റ്. ഓംലെറ്റ്. അത് ഇംഗ്ലീഷ്, നമ്മുടെ നാട്ടിൽ ആംപ്ലേറ്റ്. അയ്യേ, ഞാനും ആ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞത്. ഞങ്ങൾ ഓംലെറ്റ് എന്നേ പറയാം. തട്ടുവശം പോയി ആംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനും ചെയ്യും. തട്ടുകടയിൽ പോയിട്ട് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ തട്ടുകടയിൽ ഒരു ആംപ്ലേറ്റ്. അയ്യേ, നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം. നിങ്ങൾ എവിടെ നിന്ന് ഓടും, നമുക്കെന്ത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ദോശയും ഇഡ്ഡലിയൊക്കെ വന്നു. പക്ഷേ ശ്രീകുട്ടനും ജീനയും ഓർഡർ ചെയ്ത സാധനം വന്നില്ല. പക്ഷേ വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, റജുവും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവർക്കത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുറച്ച് ഞങ്ങൾ കഴിച്ച് തീരാറായപ്പോൾ അവരുടെ ഫുഡും വന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് റൊമാൻസ് ആവാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ബാക്കിലിരിക്കുമ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ്സിൻ്റെ കൈയൊക്കെ പിടിക്കാൻ നല്ല രസമല്ലേ. സൈഡിൽ ഇരിക്കുമ്പോൾ അടികൂടി പിടിപ്പിക്കുമെങ്കിലും ഈ ബാക്കിലിരിക്കുമ്പോൾ അതൊരു രസം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ വന്ന ശേഷമാണ് നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുള്ളത് കേട്ടോ. പണ്ട് UAE-ലായിരുന്നപ്പോൾ നമ്മളങ്ങനെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ഒരുപാട് ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ മിക്കവരും നമ്മൾ ഒത്തുകൂടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ പോയി ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ ഇവിടെ കാനഡ വന്ന ശേഷമാണ് കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഐ റിയലി എൻജോയ് ദിസ്. UAE-ലൊക്കെ ആകുമ്പോൾ ഡിസംബർ ടൈം മാത്രമേ നമുക്കിങ്ങനെ തണുപ്പുള്ള സമയമുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ എല്ലാ പ്രാവശ്യം ഭയങ്കര ചൂടാണ്. അപ്പം മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ പോകാൻ തോന്നാറില്ല. പിന്നെ ഇവിടെ ആയപ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ കൊള്ളാം. പിന്നെ ഈ സമ്മർ ആയപ്പോൾ ഇച്ചിരി ചൂടുണ്ടെങ്കിലും പക്ഷേ ഇപ്പം മാനേജബിളാണ്. പക്ഷേ ഇന്നൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കാൽഗറി വന്ന ശേഷം നമ്മൾ കുറേ കളർഫുള്ളായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും ഹൗസസും ഒക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ എന്തായാലും ഇപ്പോൾ പോകുന്നത് എയർബിഎൻബി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ വീട്.
നമ്മളങ്ങനെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ റോഡ് ടാർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെല്ലാവരും താഴെ പോയി പാർക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വഴിയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോകാനുള്ളത്. ഈ ഡോറ് തുറക്കാൻ വേണ്ടി ഒരു കോഡ് ഉണ്ടായിരുന്നു. അതൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് പോകാൻ പോവാണ്. ഞാൻ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബേസ്മെൻറ്റിലേക്ക് പോകുന്ന ഈ സ്റ്റെയർസാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഈ നേരെ കാണുന്നതാണ് ഒരു ഡോറ്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു മിററുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യാൻ പോവാണേ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് റൂമൊക്കെ. ഡോറ് തുറന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഹോൾവേ ആണ്. പിന്നെ കാണുന്നത് ലിവിങ് റൂം കം കിച്ചണാണ് കേട്ടോ. ഒരു ടി വിയും അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ബെഡ്റൂമാണുള്ളത്. പിന്നെ ഒരു ക്ലോസറ്റ് ഉണ്ട്. പിന്നെ ഒരു വാഷ്റൂമും ഉണ്ട്. അതിനും എല്ലാം ചെക്ക് ചെയ്യണം ബാത്ത് ടബ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അവർ നല്ല നീറ്റായിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മേളിൽ പഞ്ചാബീസാണ്, അവരുടെ വീടാണ്, അതിൻ്റെ ബേസ്മെൻറ്റാണ് അവരിങ്ങനെ Airbnb-ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഞാനിത് ബാത്റൂം കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല നീറ്റായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് അവർ. ഞങ്ങൾക്ക് എന്തായാലും റൂമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എക്സ്ട്രാ ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനി ഒരു ദിവസത്തേക്കൊക്കെ താമസിക്കാൻ നല്ല ധാരാളമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്ലോസറ്റ് ഉണ്ട്, നമ്മുടെ ബാഗ്സും സംഭവങ്ങളും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ കിച്ചണും ഈ ലിവിങ് ഏരിയയും കൂടെ ഒരുമിച്ചായിട്ടുള്ളത്. അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു വൈൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു, കാരണം ടാർ ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ നമുക്കൊരു വൈൻ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഉടനെ അവിടെ ഇരുന്ന ചിപ്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. നമ്മളിപ്പം Airbnb-യിലോ ഹോട്ടലിലോ ഒക്കെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം റൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് വന്നിങ്ങനെ ഒരു കിടപ്പുണ്ട് അല്ലേ? നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യാറില്ല? എന്തൊരു സുഖമാണേ. അങ്ങനെ എല്ലാവരും ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയത്. എവിടെ പോകുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? മൂവിക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ എക്സൈറ്റഡ് ആണ്. മൂവി എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയാം. ജീന നല്ല ഉടുപ്പിട്ടിരിക്കല്ലോ, നോക്കട്ടെ. നമ്മുടെ വണ്ടി താഴെയാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ എന്തോ റോഡ് പണി നടക്കാൻ പോവാണ്. അത് അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഇത്രയും ദൂരം താഴോട്ട് നടക്കണം. ഇവിടെ കാൽഗറിയിൽ ജിഞ്ചർ ഗാർലിക് എന്ന് പറഞ്ഞൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ വന്നപ്പോഴും ഇവിടെയാണ് വന്ന് കഴിച്ചിട്ടുള്ളത്. നല്ല ഫുഡാണ് കേട്ടോ. സിനിമ തുടങ്ങാൻ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ മൂവി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ച് ഫുഡ് എടുത്തിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. എങ്ങനെയെങ്കിലും തിയേറ്റർ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു 5-10 മിനിറ്റ്സെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമെന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിലാണ് ഈ പോകുന്നത്. എന്നാലും നമ്മളിപ്പോൾ തിയേറ്റർ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ പാഞ്ഞ് നടക്കണം കേട്ടോ. എന്തായാലും സിനിമ തുടങ്ങുന്നതിന് മുമ്പേ റജുവിനെ അതിനകത്ത് എത്തിച്ചില്ലെങ്കിൽ റജു ആകെ വയലൻ്റ് ആവും. അങ്ങനെ നമ്മൾ സിനിമാ തിയേറ്ററിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നൈനും നമ്മൾ എല്ലാവരും ടയേർഡാണ് കേട്ടോ. പിന്നെ മൂവി കൊള്ളാമോ എന്ന് ചോദിച്ചാൽ അത്ര പോരായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷേ എന്തോ അത്രയും പോരായിരുന്നു. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണേ. ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ പോയി കിടന്നു. ഇത് ഇനി നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഗൈസ് ഇട്ടത്. നൈനു ആണെങ്കിൽ നല്ല ഉറക്കം. നൈനുവിനെ കുത്തി എണീപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ചിലപ്പോൾ കിടന്ന് ഭയങ്കരമായിട്ട് കരയും, ചിലപ്പം നല്ല ഹാപ്പി കുട്ടിയായിട്ട് എണീക്കും കേട്ടോ. എന്തായാലും കുറച്ച് നേരം കൂടെ സമയമുണ്ട്, എന്നാൽ അവൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഈ സമയം കൊണ്ട് ഞങ്ങളുടെ മൂന്നരുടെയും ഡ്രസ്സെല്ലാം ഞാൻ അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് നൈനു തലപൊക്കി നോക്കുന്നുണ്ട്. അവൾ നല്ല ടയേർഡായതുകൊണ്ട് കുറച്ചും കൂടെ നേരം ഉറങ്ങുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. എന്തായാലും നൈനു വലിയ ഹാപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ എണീറ്റ്, മൂഷട്ട സ്വഭാവമായിട്ടാണ് എണീറ്റ്. എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ, ഞാനും റിച്ചും കൂടെ കുറച്ച് നേരം ടോക്ക് ടു മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നാലും ടോക്ക് ടു മീ ഒന്നും പറഞ്ഞില്ല, വെറുതെ മൂഡ് കളയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടിയും കിടക്കയായിട്ടൊക്കെ ഇറങ്ങി. വണ്ടി വീണ്ടും താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടെ എന്തോ പണി നടക്കുന്നത് ഞാൻ പറഞ്ഞത്, അതിൻ്റെ വണ്ടിയൊക്കെയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇനി കാനഡയിൽ വന്നിട്ട് റോഡ് പണി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടില്ല എന്ന് വേണ്ട.
നൈനുവിന് പോകുന്ന വഴിക്ക് ഞാൻ 2 എണ്ണം കൊടുത്തു കേട്ടോ വഴക്ക്. അത് കാരണമാണ് അങ്ങനെ ചിണുങ്ങി പോകുന്നത്. നൈനു എന്നെ പോലെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പിണക്കമൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറേയില്ല. പിന്നെ പെട്ടെന്ന് സ്നേഹമൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് നമ്മളടുത്ത് വരും കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയോ? നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ എവിടെയാണ് കഴിക്കാൻ പോയതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെയാണ് രസം റെസ്റ്റോ ബാർ. അപ്പം നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ. ഡോറ് തന്നില്ല. നമ്മളിവിടെ നിന്ന് ദോശയും ഇഡ്ഡലിയും കോഫിയും പിന്നെ എന്താ ബൂസ്റ്റും ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ശ്രീകുട്ടനും ജീനയ്ക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവർ ഇന്നലത്തെ ബാക്കി വന്ന ബിരിയാണി രാവിലെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് അവർക്ക് അധികം വിശപ്പില്ല. അങ്ങനെ ജീനയാണ് നൈനുവിനെ ഫീഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇവിടെ നിന്ന് രണ്ടാമതൊന്നും ഓർഡർ ചെയ്യാൻ പോയില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത എഡ്മണ്ടണിൽ എത്തുമ്പോഴത്തേക്ക്, കാൽഗരിയിൽ നിന്ന് നമ്മൾ എഡ്മണ്ടൺ എത്തുമ്പോഴത്തേക്ക് അടുത്ത വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണമല്ലോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോകുന്നതെന്നുള്ളൂ. അങ്ങനെ ചൂട് ഇഡ്ഡലി കഴിക്കുകയാണ് ഗൈസ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? എനിക്ക് എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡിനേക്കാളും പുറത്തുനിന്നുള്ള ഫുഡ്, അതുപോലെ ഇങ്ങനത്തെ ഫുഡ് കേട്ടോ. കാരണം ഫോർട്ട് മെക്മുറയിൽ ഇതുപോലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ആക്രാന്തം തോന്നുന്നത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയപ്പോഴാണ് ഈ ഡോളറാമ കണ്ടത് കേട്ടോ. നമ്മൾ ഫോർട്ട് മെക്മുറയിൽ ഡോളറാമയും ഡോളർ ട്രീ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നും കുറച്ചും കൂടെ വലിയൊരു ഇതായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. നൈനും എക്സൈറ്റഡ് ആവും, ഞാനും എക്സൈറ്റഡ് ആയി, ജീനയും എക്സൈറ്റഡ് ആയി. എന്തെടുക്കണമെന്ന് അറിയാതെ പാഞ്ഞ് നടക്കുകയായിരുന്നു നമ്മളങ്ങനെ ഡോളറാമയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എങ്ങോട്ടെന്ന് വെച്ചാൽ വാൾമാർട്ടിലാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറയാറില്ലേ, ആതിര, കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അവൾ അവിടെ വാൾമാർട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജീനയ്ക്ക് ഒരു സാധനം അവളുടെ നിന്ന് കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആതിരയ്ക്ക് അറിയില്ല ഞാനും കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളീ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള ഈ പച്ചപ്പും ഒക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കുറേ ബൈക്സ് ഇങ്ങനെ പോകുന്നത് കണ്ടതും പിന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ എന്തോ ഒരു സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഹാർലി ഡേവിഡ്സൻ്റെ കുറേ വണ്ടികളൊക്കെ ആയിരുന്നു അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങിയായിരുന്നു. ഇറങ്ങിയ ഉടനെ നൈനുവിൻ്റെ കണ്ണിൽ പെട്ടത് ഐസ്ക്രീമാണ്. അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ നേരെ വാൾമാർട്ടിൽ ആതിരേനെ സർപ്രൈസ് ചെയ്യാൻ പോയി. ആതിരേനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പാവം ഒരു കുട്ടിയാണ് കേട്ടോ ഇവള്. ആതിരേനെ കണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞാനും ജീനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ഫോർട്ട് മെക്മുറയിലോട്ടൊക്കെ. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും എടുക്കാത്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഫോർട്ട് മെക്മുറയിലെത്തി. ഇവരെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു, ശ്രീകുട്ടനെയും ജീനേനെയും. ഒരു ദിവസത്തേക്കുള്ള യാത്രയാണെങ്കിലും അതൊരു നല്ല യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകണം എന്നുള്ളത് ഒരു ശീലമായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. ഇനിയും ഇതുപോലെ യാത്ര ഉണ്ടെങ്കിൽ പോകണം. അങ്ങനെ നൈനും എൻ്റെ കൈ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോയാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു സന്തോഷം തന്നെയുണ്ട്. എല്ലാവർക്കും അങ്ങനെയല്ലേ? അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണമാണ്. ഞാൻ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. റജുവും നൈനും നല്ല ഉറക്കം. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്നിട്ട് ഇനിയും വീഡിയോസ് വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.